നമസ്കാരം. നമ്മളിന്ന് ജനകീയം 2025 നമ്മളിത് കാണാൻ വന്നിരിക്കുന്നത് 25ാം ഡിവിഷൻ കൗൺസിലർ റഡീന ആന്റണിയാണ്. സഖാവെ, സ്വാഗതം ഞങ്ങളുടെ പരിപാടിയിലേക്ക്. താങ്ക് യു. സഖാവിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് എന്ന് പറയാമോ? ആദ്യമേ തന്നെ നമ്മുടെ ഈ ഡിവിഷൻ ഒരു കോൺഗ്രസിൻ്റെ കോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മത്സരിക്കുമ്പോൾ പണാധിപത്യത്തെ തോപ്പിച്ച് ജനാധിപത്യം വന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ നമ്മളെ പ്രാർത്ഥന കൊണ്ടും വോട്ട് കൊണ്ടുമാണ് ജയിപ്പിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം അമ്മമാരാണ് എനിക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ച് ഈ പറയുന്ന കൗൺസിലർ എന്ന സ്ഥാനത്തേക്ക് എന്നെ ഇരുത്തിയിട്ടുള്ളത്. വിശ്വസിച്ചുകൊണ്ടത് ഉറപ്പായിട്ടും അതിൽ നമുക്ക് ഏറ്റവും പങ്കു കൊടുക്കാനുള്ള ഈ അമ്മമാർക്ക് തന്നെയാണ്. 90ഓളം അമ്മമാരുടെ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്നു അവർ. ഇപ്പോഴും ആ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ശാക്തീകരണം നേടി വളർന്നു വന്ന എന്നെ പാർട്ടി കൈപിടിച്ച് ഇന്നെനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റും, ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ, പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ കീഴിലിരുന്നുകൊണ്ട് എനിക്ക് ഒരു കൗൺസിലർ എന്ന പദവി അലങ്കരിക്കാൻ സാധിച്ചു. അതിൽ ഒരുപാട് ആളുകളോട് നന്ദിയുണ്ട്. എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ ഇന്ന് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നും എടുത്തുകൊണ്ട് പോയ ലോക്കൽ സെക്രട്ടറി സഖാവ് KJ സാജു. ആ സഖാവ് ൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് പോലും ആ പ്രസ്ഥാനത്തെ തോപ്പിക്കാൻ ആ സഖാവ് മാറിക്കൊടുക്കൂലാത്ത ഒരു സഖാവാണ്. ആ സഖാവിൽ നിന്നാണ് നമ്മൾ സംഘടന എന്നുള്ള രീതിക്ക് പഠിച്ചു വന്നത്. എല്ലാവരും ചേർത്ത് വെച്ച് മാത്രമേ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കുടുംബശ്രീ ആണെങ്കിലും എന്താണെങ്കിലും അച്ചടക്കത്തോടു കൂടെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഇത് തുടർന്നുകൊണ്ട് പോകുന്നത്. നമ്മളോട് ചേർന്ന് അന്ന് ഉണ്ടായിരുന്നവരെങ്ങനെയാണോ ഇന്നും അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മൾ ഈ ഡിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ പാർട്ടി എന്നുള്ള രീതിക്ക് കണ്ടാൽ നമുക്ക് നമ്മൾ ചേർന്ന് പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാവരും ചേർത്ത് വെച്ചിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരും തന്നെ സഹകരിച്ചാണ് പോകുന്നത്. ഈ ഡിവിഷൻ്റെ കാര്യം പറഞ്ഞാൽ ഫുള്ളി റെസിഡൻഷ്യൽ പേർപ്പസ് ആണ്. കോർപ്പറേഷൻ്റെ ഒരു തുണ്ട് ഭൂമിയോ ഒരു ബിൽഡിങ്ങോ ഇവിടെ ഇല്ല. എന്നാൽ പോലും എല്ലാവരുടെയും സഹകരണത്തോടു കൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായും അച്ചടക്കത്തോടുകൂടെ ചെയ്തു തീർത്തു. ഞാൻ വരുമ്പോൾ 3-4 വഴികൾ ഏറ്റവും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. മണിക് വൈദ്യർ വഴി, ഹാർമോണിസ് ജോസഫ് ലൈൻ, മിൽമ ജംഗ്ഷൻ, ഇത്തരം വഴികളൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു. ഇത് മുഴുവൻ നമുക്ക് നന്നായിട്ട് പണിതുയർത്തി ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതാണ്. ഇത് ഞാൻ വരുമ്പോൾ ഇതിങ്ങനെ മുൻ കൗൺസിലർ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ വനിതാ ഫിറ്റ്നസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടുംബശ്രീ പ്രസ്ഥാനത്ത് നിന്ന് വളർന്നു വന്നതുകൊണ്ട് നമ്മളുടെ വനിതകൾക്ക്, ഇപ്പം വനിതകൾക്ക് ഒരുപാട് സ്ട്രെസ്സാണല്ലോ. അവര് ഒരുപാട് വർക്ക് വീട് സംബന്ധമായും അല്ലാതെ ജോലി സംബന്ധമായും ചെയ്താൽ പോലും അവരുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു റിലാക്സ് എന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനൊരു വനിതാ ഫിറ്റ്നസ് സെൻറ്റർ നമ്മൾ സംവിധാനം ഒരുക്കുന്നത്. ഈ സംവിധാനം ഒരുക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. കാരണം ഇത്രയും ഇടുങ്ങിയ സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ പോലും 1 രൂപ പോലും ഫീസ് ഇല്ലാതെ 10 രൂപ മാത്രം ഒരു മെയിൻ്റെനൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടാണ് ഇത് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 10-12 പേരോളം ഇവിടെ ഫിറ്റ്നസ്സിന് വേണ്ടി എക്സസൈസും അനുബന്ധ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി വരുന്നുണ്ട്. രാവിലെ 7 മണി തുടങ്ങി 9 മണി വരെ, വൈകുന്നേരം 5 മണി തുടങ്ങി 7 മണി വരെയാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഇവിടെ നമ്മളൊരു മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്, ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. വരുന്നവർ പേരെഴുതി ഒപ്പിട്ട് തിരിച്ചു പോകുമ്പോഴും ടൈം എഴുതി ഒപ്പിട്ട് പോകണം എന്നുള്ളൊരു രീതി വെച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫുള്ളി റെസിഡൻഷ്യൽ ഏരിയ, ഒരു പാർക്കില്ല, ഒരു ഓപ്പൺ സ്പേസ് ഇല്ല, കോർപ്പറേഷൻ്റെ തനതായ ബിൽഡിംഗ് ഇല്ല, പരിമിതികൾ ഏറെയാണ്. എങ്ങനെയാണ് ഒരു കൗൺസിലർ വെല്ലുവിളി? അതായത് വരുമ്പോൾ തന്നെ അറിയാലോ, എൻ്റെ ഡിവിഷൻ്റെ ഒരു ബൗണ്ടറി ഇതാണ്. അപ്പൊ ഒരു പേടി ഉണ്ടല്ലോ,
എങ്ങനെയായിരിക്കും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് ഇവിടുത്തെ റോഡുകളും ബൈലൈനുകളും വരച്ചു പഠിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സാധ്യതക്കനുസരിച്ച് മാത്രമേ നമുക്കൊരു കാര്യങ്ങൾ ചാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ സാധ്യതക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഓരോ പ്രദേശത്ത് പോയി കണ്ടിട്ടാണ്, ഇവിടെ ചെമ്മീൻ സെക്ഷൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ബിജു മാത്യു എന്ന് പറയുന്ന ഒരാള് പുതുതായി വെച്ച വീട്, ഒരു 2000 സ്ക്വയർ ഫീറ്റോളം പറ്റയുള്ള ഒരു വീട്, 2 കട ഉൾപ്പെടെയുള്ള ഷട്ടർ കട നമുക്ക് എഗ്രിമെന്റ് വഴി വാടകയ്ക്ക് തരുന്നു. 10 മാസം വരെ അത് പൂട്ടി കിടന്നു എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മളത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ OP തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾക്ക് മങ്ങാട്ടുമുക്ക് പോയിട്ട് വേണമായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നുള്ള രീതിക്ക്. അപ്പൊ ഇതിവിടെ വെൽനസ് സെന്റർ ഓപ്പൺ ചെയ്തപ്പോൾ ഈ അമ്മമാർ, ഞാൻ പറഞ്ഞില്ലേ കരുതലാണല്ലോ അമ്മമാർക്ക്, എന്നെ ഒരു വലിയ കരുതലാണ്. അതുകൊണ്ട് ഞാനും അവരെ നല്ല കരുതലോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരൊക്കെ ഹാപ്പിയാണ്. അത്തരം ഒരു സാഹചര്യം കൂടി നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു വെൽനസ് സെന്റർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അത് പറ്റും. അത് ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും പോലും ഞാനത് നിറവേറ്റും. എന്നെ വിശ്വസിച്ച് എന്നെ ഇത് കൗൺസിലർ ആക്കിയ അമ്മമാർക്ക് ഉള്ളൊരു സമ്മാനം അല്ലെ? അതെ, ഉറപ്പായിട്ടും. അല്ല, അത് ശരിക്കും പറഞ്ഞാല് നമ്മളെ കരുതുന്നവരെ തിരിച്ച് നമ്മൾ കരുതണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിലും ഹാപ്പിയാണ്. അവർക്ക് ഒരു ഫിറ്റ്നസ് സെന്ററിൽ ചെന്ന്, അവരെ ഒരു ജിമ്മിൽ ചെന്ന് ചേർന്നാൽ ഒരു 1500 രൂപയെങ്കിലും മാസം അവരിൽ നിന്ന് പോകും. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ വീട് പോലെ അവർ കൃത്യമായി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ കുടുംബശ്രീ എന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് അതിന് ശാക്തീകരണം നേടി അവരുടെ നേതാവായിട്ട് നിൽക്കുവാണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും എവിടെയാണെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നതനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കും. ചെയ്യാൻ ഞാൻ റെഡിയാണെന്നുള്ള മനസ്സായിട്ടാണ് റെഡീന ആന്റണി എന്ന ഡിവിഷൻ കൗൺസിലർ നടക്കുന്നത്. മറ്റുള്ളവർക്ക് ഇപ്പൊ വനിതകൾക്കുള്ളത് ഓക്കെ, ഇപ്പൊ വയോജനങ്ങൾക്ക് ഇപ്പൊ വെൽനസ് സെന്റർ എന്നുള്ള രീതിയിൽ ഓക്കെ, അല്ലാതെയുള്ളവർക്ക് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈ നമ്മുടെ ഡിവിഷന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ വന്നതിന് ശേഷം ഒരു 400 ചില്ലാനം പെൻഷൻ, അത് നമ്മളുടെ വാർദ്ധക്യ പെൻഷൻ ആണെങ്കിലും വിധവ പെൻഷൻ ആണെങ്കിലും ഡിസേബിൾ ആണെങ്കിലും ഇനിയിപ്പോൾ 50 വയസ്സിന് ശേഷം വിവാഹിതരല്ലാത്തവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ചെയ്തു കൊടുക്കാം. 400 ചില്ലാനം പെൻഷനോളം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ഓരോ ദിവസവും ബർത്ത്ഡേ 60 വയസ്സായിന്ന് ഗ്രൂപ്പുകളിൽ അറിയിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള റെസിഡൻസിന്റെ ഭാരവാഹികളുമായി പോയി അവരെ നമ്മൾ ആദരിച്ച്, അത് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഞാൻ അവർക്ക് ഒരു ഫോം കൊടുത്ത് അവരെ പെൻഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയണാണല്ലോ, സെക്കൻഡ്സിലാണ് നമ്മളെ രോഗം പിടിപെടുന്നത്. അത് നമ്മൾ വളരെയധികം പ്രയാസത്തോടെയാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും MLAയുടെ സഹായത്തോടു കൂടെ, MLAയുടെ ഓഫീസ് അത്തരം കാര്യങ്ങളിൽ നല്ല രീതിക്കാണ് സഹായിക്കുന്നത്. MLA ഓഫീസ് വഴി കൃത്യമായും നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-38 പേർക്ക്, 50-ൽ കുറയാത്ത ആളുകൾക്ക് നമുക്ക് ഈ കാലഘട്ടം വരെ സഹായം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കൃത്യമായും ഒരു പങ്ക് വഹിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആധാർ അപ്ഡേഷൻ, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള അവർക്ക് നമ്മൾ സഹായ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നവംബർ 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നമ്മൾ മാറുന്നതാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കൊരു 11 പേർക്ക് കിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഈ പറഞ്ഞ അതിദരിദ്രരായിട്ടുള്ള ഒരു അപ്പച്ചൻ നമ്മുടെ ഉണ്ട്. അവർക്ക് മാസം മാസം കൃത്യമായും എന്തൊക്കെയാണോ സഹായം അത് മുഴുവൻ വീടുകളിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് വികസനം ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ഇല്ലെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ഞാൻ മുന്നിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് എടുത്താൽ റെഡീന ആന്റണിയുടെ ഒരു പ്രവർത്തന രീതി, ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റുമായി കൂട്ടിച്ചേർന്ന് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞാൽ നമുക്ക് അതിൽ സംശയം നമുക്ക് അത് അംഗീകരിക്കുന്നതാണ്. കാരണം PMAY പദ്ധതി എന്ന് പറയുന്നത് ഇപ്പം ഇതൊരു പാർപ്പിടം എന്നുള്ളത് ഏറ്റവും
വലിയൊരു സന്തോഷവും സ്വപ്നവുമാണ് ആളുകളുടെ. ഇപ്പൊ PMOA പദ്ധതി പ്രകാരം മുൻ കൗൺസിലർമാർ ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാൽ പോലും പെൻഡിങ് കിടന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കൂടി. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളൊരു ഡിവിഷനാണിത്. ഇപ്പോഴും തൊഴിലുറപ്പെന്ന രീതിയിൽ 60 വയസ്സ് കഴിഞ്ഞവർ പോലും നമ്മുടെ ഡിവിഷൻ്റെ അകത്ത് നിത്യത്തൊഴിലെന്നോണം അവർക്ക് ആ കിട്ടുന്ന തുക പോലും ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും കൂടി അവരുടെ ലാസ്റ്റ് തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. ഇന്നലെ ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേമനിധി കിട്ടത്തക്ക രീതിയിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അത് 55 വയസ്സ്, 18-നും 55 വയസ്സും. അത് കൃത്യമായി നമുക്കിവിടെ രജിസ്റ്റർ ഉണ്ട്. ഒരാളെയും വിളിക്കേണ്ട, അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. എല്ലാം നമ്മളിവിടെ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് അച്ചടക്കം, ഞാൻ പറഞ്ഞില്ലേ, അച്ചടക്കത്തോടെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അത് എടുത്തു പറയേണ്ടത് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന ആളുകളാണ്. അവരെ നമുക്ക് ഒരിക്കലും എന്ത് മറന്നാലും അവരെ മറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം വലിയൊരു സന്തോഷം എന്നുള്ളത് ഡിവിഷന്റെ അകത്ത് കടന്നു പോകുന്ന സ്റ്റാച്യു ടു വാർവൈദ്യർ വഴി വളരെ ശോകമായ ഒരു വഴിയാണ്. മറ്റു വഴികളൊക്കെ പണി തീർത്തു. BMBC നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ ആ വഴിക്ക് ഫണ്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ MLA ഫണ്ട് തന്നതാണ്. പക്ഷെ അത് വേറൊരു വഴിക്ക് വന്നപ്പോൾ ആ ഫണ്ട് തീർന്നുപോയി. ശേഷം ഇപ്പോൾ നമ്മൾ മേയറിന്റെ സഹായം തന്നിട്ടുണ്ട്. അത് MLA ഇടപെട്ടിട്ടുണ്ട്. മേയറും കൂടി ആ സഹായം തന്നുകൊണ്ട് ഇന്ന് അതിന്റെ വർക്ക് ആരംഭിക്കുകയാണ്. അപ്പൊ അതൊരു 5-6 ദിവസം കൊണ്ട് ആ റോഡ് BMBC നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ ഡിവിഷനിൽ ഇനി എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ വരുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഇനി വരുന്ന ആളുകൾക്ക് അവരുടേതായ നമ്മുടെ മാറ്റം മനുഷ്യർക്ക് അനിവാര്യമാണ്. ഇനി വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന കുറെ കഴിവുകളുണ്ട്. അത് എന്ത് ചെയ്യാമെന്നുള്ളത് അത് വെച്ചിട്ട് സാധ്യതക്കനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വാടക കെട്ടിടമെടുത്ത് നഗരാരോഗ്യ കേന്ദ്രം ചെയ്യാമെന്നുള്ളത് നമ്മുടെ മേയറിന്റെ ഒരു അംഗീകാരം, നമുക്കൊരു ഐഡിയ തന്നതാണ്. പക്ഷെ അങ്ങനെയും ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അല്ല, സാധാരണ ഇപ്പൊ നമ്മള് കൗൺസിലറിന് ഉദ്ദേശിക്കുന്നത് ആ റോഡ് നോക്കുക, അല്ലെങ്കിൽ കാണാൻ ഗൗരിയ നോക്കുക, അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു കൗൺസിലായിരിക്കും. അത് മേയറിന്റെ ഒരു എടുത്തു പറയേണ്ടത് തന്നെയാണ്. മേയർ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ കടന്നു വരുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ കോവിഡ് നമ്മളെ ഒരു സമൂഹത്തെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു വരുന്നത്. ഭയങ്കരധികം ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ഒരു ഇഞ്ചക്ഷൻ, നമുക്കൊരു വാക്സിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസത്തിൽ നടന്ന ജീവൻ രക്ഷാ മാർഗമാണ്. ആ ഒരു സമയത്ത് മുതൽ ഈ ഒരു കാലഘട്ടം വരെ നമ്മളുടെ എല്ലാവരുടെയും 74 ഡിവിഷന്റെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മേയർ ഇടപെട്ടുകൊണ്ട് എല്ലാവർക്കും സാധ്യതക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിനെ മേയറാക്കി തന്നു. ഇപ്പൊ നമ്മുടെ ഡിവിഷന്റെ ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാർലമെന്ററി നേതാവുണ്ട്, ഒരു ബെനഡിക്ട് ഫെർണാണ്ടസ്, കൗൺസിലറോട് നമ്മൾ പറയും ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ സഖാവും കൃത്യമായും ഡിവിഷന്റെ അകത്ത് ഇടപെട്ട് വേണ്ട രീതിയിൽ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സഹായം. കാരണം ഒരാൾക്ക് ഒറ്റക്ക് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടായ പ്രവർത്തനമാണ് നമുക്ക്. മേയർ വിഭാവനം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ടീം മേയർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ആ ടീമിനെ മേയറിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും ഉറപ്പായിട്ടും. ഇന്ന് നമ്മള് ബ്രഹ്മപുരം കത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കത്തിയ കാലത്ത് ഈ വേസ്റ്റ് മുഴുവൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആ വേസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പോലും മേയർ ഒരു വലിയൊരു സംഭവം കൊണ്ടുവന്നു. ഐ ലവ് കൊച്ചി. അതായത് മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി വേസ്റ്റ് കിടക്കുന്നിടത്ത് ഐ ലവ് കൊച്ചി എന്നുള്ള ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അവിടെ കൊണ്ടുവന്നിടാൻ പറ്റില്ല. ഇപ്പൊ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പ്രചോദനമായി. അതായത് ഇങ്ങനെയുള്ള മാലിന്യ കൂമ്പാരമുള്ള സ്ഥലം ക്ലീൻ ചെയ്ത് ഞാനൊരു ഐ ലവ് കൊച്ചി ബോർഡ് സ്ഥാപിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഓരോരുത്തർക്കും ഒരു വാശിയായി. അങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി തന്നെ കൊച്ചി നമുക്ക് എന്റെ ഡിവിഷനിൽ ഇപ്പോൾ ഐ ലവ് കൊച്ചി എന്നൊരു ബോർഡ് വെക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു വലിയ മാലിന്യ മലയൊന്നും നമ്മുടെ ഡിവിഷനിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയിലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് റെഡീന ആന്റണിയാണ് ഈ 28 ഡിവിഷൻ നമ്മുടെ ഈ ചുറ്റുമുള്ള ആദ്യമായിട്ട് ഡ്രൈവ് ഒക്കെ കൊണ്ടുവരുന്നത്. അല്ലേ? തെറ്റല്ലല്ലോ പറഞ്ഞതില്ല. അതായത് അവിടെ വന്നിട്ട് നിങ്ങൾ ചെരുപ്പ്, ബാഗ് സംഭവമൊക്കെ ഞാൻ ആദ്യം കാണുന്നത് അല്ലെങ്കിൽ വാർത്തയിലൂടെ അറിയുന്നത് റെഡീന ആന്റണി. അതൊരു പ്രചോദനം എന്തായിരുന്നു? അത് വേറൊന്നുമല്ല, നമുക്ക് ഡിവിഷന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ ഒരു പ്രദേശമില്ല.
നമ്മൾ സാധാരണ അവിടെ ആയിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ അതിന് വിവരാവകാശം വെക്കും. ഇങ്ങനെ വിവരാവകാശം വെച്ച് HI/JHIമാർക്ക് അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ്, ഞങ്ങൾ ഹരിതകർമ്മ സേനയും കൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം മീറ്റിങ്ങോടുകൂടെ അവരുടെ കുറവുകൾ എന്ത്, ഞാൻ അവരുടെ കൂടെ പോകാറുണ്ട്. ഞാൻ അവരുടെ വേസ്റ്റ് എടുത്തിട്ടുള്ള ആളാണ്. അവർക്ക് പ്രയാസം എന്ന ഘട്ടത്തിൽ അവരുടെ വണ്ടി ഉന്തി ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ചേർന്ന് വേസ്റ്റ് എടുത്തൊരു കാലമുണ്ട്. സ്വയം വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ മണ്ണാക്കി മാറ്റിയ ഒരു സംഭവം കൂടി നമ്മുടെ ഡിവിഷനിലുണ്ട്. അതങ്ങനെ ചെയ്തതാണ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് മാറ്റുക എന്നുള്ളതിനേക്കാളേറെ വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ അത് സ്മിതനോട് ഞാൻ പറയുന്നത്, ചെരുപ്പ് കൊണ്ടുവന്ന് നമ്മൾ ഡ്രൈവ് നടത്തിയപ്പോൾ വേസ്റ്റ് ചെരുപ്പെന്നും പറഞ്ഞ് കൊണ്ടുവന്നെടുത്തുനിന്ന് ഒരു 40 ജോഡി ചെരുപ്പുകൾ നമുക്ക് ഉപകാരപ്രദമായി നമ്മളുടെ തന്നെ പാവപ്പെട്ടവര് കഴുകി ഉപയോഗിക്കുന്ന ഒരു രീതി, അത് റീസൈക്കിൾ പോലെ ഉപയോഗിക്കുന്ന രീതി വന്നു. ബാഗുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രസ്സുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടമില്ലാത്ത അതെനിക്ക് പഴയതാണ്, എന്നാൽ തനിക്ക് അത് പുതിയതുമാണ്. ആ ഒരു കൺസെപ്റ്റോടു കൂടെ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ, നമ്മളത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും നമ്മളിവിടെ ചെയ്തു. അതാണ് മെയിനായിട്ട് ഈ ഡ്രൈവ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ വീടുകളിൽ നിന്ന് നമ്മൾ ഇന്ന് ഫുഡ് വേസ്റ്റ് എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് മറ്റു വേസ്റ്റുകൾ അവിടെ ഇരിക്കുന്നതാണ്. അപ്പൊ അവരുടെ വീട്ടിലൊരു ബർത്ത്ഡേയോ അനുബന്ധ പരിപാടികളോ വരുമ്പോൾ ഉറപ്പായും അവർ അടുത്ത പ്രദേശത്തോട് വലിച്ചെറിയും. ആ വലിച്ചെറിയൽ സംസ്കാരം നിർത്തിവെക്കുന്നതിന് വേണ്ടിയാണ് മാസത്തിൽ ഒരു പ്രാവശ്യം ഡ്രൈവ്, ബെഡും അങ്ങേയറ്റം തലേണടക്കം നമ്മള് കൊണ്ടുപോയ എറണാകുളം ബ്രോഡ്വേ പോലെ ആയിരുന്നു നമ്മള് ആ പ്രദേശം മുഴുവൻ അത്തരം സാധനങ്ങൾ കൊണ്ട്, എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതെന്നാണ്. ഈ പറഞ്ഞ പോലെ ബ്രഹ്മപുരം കത്തിയപ്പോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ സഖാവും കൗൺസിലറും റെഡീന ആന്റണി ആയിരിക്കും. കാരണം എല്ലാം വീടുകളാണല്ലോ, ഫോൺ കോളുകൾ ഫോൺ താഴ്ത്തി വെച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, ഈ പറഞ്ഞ പോലെ ഹരിതകർമ്മസേനയായിട്ട് ഇറങ്ങി ഞാനും ഉണ്ട് നിങ്ങളുടെ വേസ്റ്റ് ഇതാക്കാൻ എന്ന് പറഞ്ഞ കൗൺസിലറും അതെന്താ നമ്മള് ഈ ഹരിതകർമ്മ സേന എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ നഴ്സുമാരെ കോവിഡ് കാലഘട്ടത്തില് ഭൂമിയിലെ മാലാകമാർ എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത് അവരെ. കാരണം അവരില്ല എന്നാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോറ്റുപോയേനെ. അപ്പൊ ഈ സമയത്ത് ഈ വേസ്റ്റ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഹരിതകർമ്മ സേനനെ നമ്മളൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോൾ എൻ്റെ ഡിവിഷൻ വളരെയധികം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു പറ്റം മനുഷ്യരാണ് അവരും. നാളത്തെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും ദുസ്സഹരമായിരിക്കും. കാരണം നഖങ്ങളുടെ ഇടയിലൂടെയും ഒക്കെ ഞാൻ ഇത്തരം വികാരം കൊണ്ട് നമ്മുടെ ഡിവിഷൻ്റെ അകത്ത് പലപ്പോഴും മെസ്സേജ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ എന്താ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്ക് അവർ വേസ്റ്റ് എടുക്കണില്ല, കാരണം ഈ കോവിഡ് ഇത് വന്നതോടുകൂടെ. അപ്പോൾ ഞാൻ നമ്മുടെ ആളുകളോട് പറഞ്ഞു, നമ്മളെല്ലാം അറിയണ്ടേ, ഇതും നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെയും കൂടി ചേർത്ത് ഇത് വേസ്റ്റ് എടുക്കണേ. നമ്മുടെ വീട്ടിലൊരു പരിപ്പിരുന്ന് വളിച്ചാൽ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ടാൽ ആ നാറ്റം നമുക്ക് വീടിന്റെ അകത്ത് മുഴുവനുണ്ട്. പക്ഷെ ആ പരിപ്പാണ് അവരൊരു പ്രദേശം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഒരു ചെറിയ കാര്യമല്ല. ഞാനിപ്പം അവരെ ഓണത്തിനും അവരെ നന്നായിട്ട് ആദരിച്ചു. ഞാനിപ്പം ഈ അടുത്ത ദിവസം ഈ പറയുന്ന DLRമാര്, ഹരിതകർമ്മ സേന, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, കുടുംബശ്രീയുടെ ഭാരവാഹികളെ എല്ലാവരെയും ആദരിച്ചാണ് ഇറങ്ങിപ്പോകാൻ പോണത്. കാരണം എന്താ വെച്ചാൽ ഒരാദരവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നീട് അവർക്ക് ഓടി അകലാൻ പറ്റില്ല. അപ്പൊ ആ ഉത്തരവാദിത്വം ആദരവ് വഴി അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു സഖാവ് എന്ന് വിളിച്ചു, പക്ഷെ എനിക്ക് തോന്നുന്നു ആ പ്രസ്ഥാനത്തിന്റെ ഒരു മികവ്, ആ പ്രസ്ഥാനം ഊട്ടിയൊട്ടിച്ചു കൊണ്ടുവന്നൊരു കേഡർ തന്നെ പറയാം. സഖാവ്, ഒരു വീട്ടമ്മ, കുടുംബശ്രീ ശാക്തീകരിച്ച ഒരു വനിത എന്നുള്ള രീതിയിലൊക്കെ കൗൺസിലർ എന്ന രീതിയിൽ തിളങ്ങാനായിട്ട് ഒരുപാട് സഹായകരമായിട്ടുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ ശരിക്കും ഒരു വീട്ടമ്മ നേരിട്ടൊരു കൗൺസിലർ ആയാൽ എനിക്ക് തോന്നണില്ല ഈ സമ്മർദ്ദങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന, നമ്മൾ ഒരു ദിവസം കാണുന്ന ആളുകൾ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള ആളുകളാണ്.
അപ്പൊ അവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചിന്തകളായിരിക്കും. അവരവരുടെ പ്രയാസങ്ങളെ ഏത് തരത്തിലാണ് നമ്മളിലേക്ക് എത്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു നല്ല കേൾവിക്കാരിയാണ്. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ഓഫീസിൽ രാവിലെ വന്നിരുന്നാൽ ഞാൻ വൈകുന്നേരം ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകാറില്ല. എൻ്റെ കൂടെയുള്ളവർ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്, ആ സമയത്തിനൊന്നും കഴിക്കൂല എന്നുള്ളത്. പക്ഷെ കഴിക്കാൻ പോവാത്തത് പലവരും അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അതിനെ അവരൊരു ലോക്കറിൽ വെച്ച് പോണത് പോലെയാണ്. ഞാൻ അവർക്ക് ഇപ്പൊ സൊല്യൂഷൻ രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമാണെങ്കിലും ദൈവികമാണെങ്കിലും കൃത്യമായും അവരിലേക്ക് ഏത് ഭാഷയാണോ ആഗ്രഹിക്കുന്നത് ആ ഭാഷയിലേക്ക് എനിക്ക് അവരിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് പലപ്പോഴും പലവരും വന്ന് പറയാറുണ്ട്. അതൊരു സന്തോഷമാണ്. എന്തായാലും എന്നെ ഈ 5 വർഷം അവരവരുടെ ഉള്ളം കയ്യിലാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് നല്ലൊരു കേൾവിക്കാരി ആവുക എന്നത് തന്നെ വലിയൊരു കാര്യം. കാരണം നമുക്ക് സമയമില്ല ഒന്ന് കേൾക്കാം. അവിടുന്ന് വ്യത്യസ്തമായിട്ടൊരു കൗൺസിലർ ഞാൻ എല്ലാം കേട്ടിട്ടാണ് ഇതെല്ലാം. സാധാരണ അങ്ങനെ അല്ലല്ലോ നമ്മള്. എന്നാ അത് ഒരു ജനറലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആഴത്തിൽ ഇറങ്ങിച്ചെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ ഉള്ളം കൈ കൊണ്ടുവച്ചു. എന്നെ ആറ്റിറ്റ്യൂഡ് വൈസ് എല്ലാവരും ആദ്യം പറയുവേ റെഡീനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്. കാരണം റെഡീനെ പെട്ടെന്ന് സ്പീഡിലാണ് വർത്തമാനം പറയണേ. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇപ്പം ആൾക്കാർ പറയും അങ്ങനെ കാണിക്കുന്നത് റെഡീനയുടെ ഉള്ളിനകത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് റെഡീനെ കേട്ടിട്ട് പിന്നീട് ഒരു പ്രാവശ്യം പരിചയപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും റെഡീനെ മറക്കാൻ പറ്റില്ല എന്നൊരു സന്തോഷ വാർത്ത പറയാറുണ്ട്. പൊക്കി പറയണല്ല, എന്നാൽ നമ്മളെ വിമർശിക്കുന്ന കാണുമ്പോ ഒരു കാർക്കശ്യക്കാരി. അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവ് ആളോട് സംസാരിക്കുമ്പോ കുറച്ച് എന്താ പറയാ ശ്രദ്ധിക്കണം. ചിലപ്പോ നമ്മുടെ വരികൾക്കിടയിലൂടെ നമ്മുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള റെഡീന ആന്റണി അങ്ങനെയാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങയുടെ സേവന മേഖല പകരം വെക്കാണ്. ഈ പറഞ്ഞ പോലെ സാജു എന്ന ഒരു സഖാവിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. പുള്ളിക്കാരനാണ് ബാക്ക് ബോൺ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ അദ്ദേഹം ജീവിക്കുന്നു റെഡീനയിലൂടെ. ഉറപ്പായിട്ടും ഞാൻ സാജു മരിക്കുന്നത് ജൂൺ 5-ാം തീയതിയാണ്. ജൂൺ 5-ാം തീയതി സാജു മരണപ്പെട്ടു പോയിട്ട് സാജുവിനെ 6-ാം തീയതി ആ സഖാവിനെ നമ്മൾ സംസ്കരിച്ച ഉടനെ ഞാൻ ചെയ്തത് സത്യത്തിൽ അതിനെ കൊണ്ട് ചെയ്യിച്ചത് നമ്മൾ ഈ ആത്മക്കാരുടെ എന്നൊക്കെ പറയുന്നത് പോലെ പ്രസ്ഥാനം ഇനി തീർന്നു, ഇനി റെഡീനൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് അന്ന് തന്നെ നമുക്ക് ഇവിടെ 1.5 കിലോമീറ്ററാണ് രാമേശ്വരം കനാല് നമ്മുടെ ഡിവിഷൻ്റെ അകത്തോട് ഒഴുകി പോകുന്നത്. ആ കനാല് ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ വളരെ വേസ്റ്റ് ആയിരുന്നു. ആളുകൾ ഇങ്ങനെ വലിച്ചെറിയൽ. അതോടൊപ്പം തന്നെ നമുക്ക് 3 മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മൂക്ക് പൊത്തി മാത്രമേ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അന്ന് 6-ാം തീയതി പുള്ളിയെ സംസ്കരിച്ച നെക്സ്റ്റ് ഡേ തന്നെ ഒരു ടിപ്പർ എടുത്ത് ഒരു JCBയും എടുത്ത് അന്നുണ്ടായിരുന്ന HI ജലീൽ എന്ന് പറയുന്ന ഒരു HI ആണ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. പുള്ളി എന്നോട് ഹെൽത്ത് ഇൻസ്പെക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു, ഇന്നതാണ് വിഷയം, ഒരു സംശയം വേണ്ട, നമുക്കിന്നത് ചെയ്യാമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ 3 മണി വരെ ഈ പ്രദേശത്തുള്ള എല്ലാ വേസ്റ്റും കോഴി മാറ്റിയപ്പോൾ അന്ന് ഞാൻ ജയിച്ചതാ. കാരണം കോവിഡ് കാലഘട്ടത്തിലാണ്. ഞാനും കോവിഡ് വന്നിട്ട് ഏറ്റവും വളരെ ക്രിട്ടിക്കലായി പോയൊരു വ്യക്തിയാണ്. പക്ഷെ അതിനേക്ക് അതിജീവിച്ച് വന്നത് നേരത്തെ സ്മിത പറഞ്ഞതുപോലെ നമ്മളെ പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന കുറച്ച് ചുമതലകളുണ്ട്. ഞാൻ തോറ്റാൽ ഞാനല്ല തോക്കുന്നത്, എന്നെ വളർത്തിയ എൻ്റെ പ്രസ്ഥാനമാണ്. അതിനെ തല ഉയർത്തി വെക്കുന്നത് നമ്മളുടെ പ്രവർത്തന മേഖലയും ആളുകളിലോടുള്ള ഇടപെടലുകളും എല്ലാം ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി പോരുന്നത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണെയാണ് നമ്മൾ. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ക്യാരക്ടർ വൈസ് എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞത് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഒരു പദവിയിലേക്ക് വരുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ആളുകളെ പരിചയപ്പെടണം. ആ പരിചയപ്പെടുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയാൽ പോരാ. ഓരോ ദിവസവും ഞങ്ങളെ പോലുള്ളവർക്ക് പാഠങ്ങളാണ്. പുതിയ ആളുകളെ കാണുമ്പോൾ ആ ആളുകൾ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്ന രീതിയിൽ പല പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും അതിൽ നിന്നും കടമെടുത്ത് നമ്മൾ അവരിലേക്ക് ഉപയോഗിക്കുമ്പോൾ അകന്നു നിൽക്കുന്നവരെ മുഴുവൻ നമ്മളിലേക്ക് ചേർത്ത് നിർത്താൻ എല്ലാ ഭാഷകൾക്കും സാധിക്കുന്നു. അതായത് വാക്കുകളാണ് അത് തീയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അത് തണുപ്പുമാണ്. ഇത്രയും കാര്യങ്ങൾ പരസ്യമായി കുറെ കാര്യങ്ങൾ, രഹസ്യമായും കുറെ നന്മകൾ ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞാൽ. കാരണം എനിക്ക് തോന്നുന്ന ഡിവിഷനിൽ വളരെ തളർന്നു പോകുന്ന
പെട്ടെന്നൊരു ദിവസം ഒറ്റപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് ഉറപ്പായിട്ടും പുറകിൽ ആരും കാണാതെ നിന്ന് അവരെ എന്താ പറയാ എംപവർ അല്ലെ, അതല്ല ആരുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വുമൻ എംപവർമെന്റ് എന്നുള്ളൊരു സംഭവം. ഞാൻ മാത്രം എംപവർ ആയാൽ പോരാ, നീയും ആ ഒരു ശാക്തീകരണത്തിലേക്ക് നീയും വരണം, നീയും നിന്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ റെനിന സഖാവ് കൈ ഉയർത്തിയിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ മാത്രമേ എനിക്കറിയാവുള്ളൂ, പക്ഷെ അത് ഇതുവരെ പരസ്യമാക്കി. അല്ല, അതിന് പ്രധാനപ്പെട്ട കാരണം സ്മിത, ഞാൻ ശാക്തീകരണം നേടുന്നത് കുടുംബശ്രീ വഴിയാണ്. എങ്കിൽ പോലും ഞാൻ എൻ്റെ 14 വയസ്സിൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതാ. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഡാഡിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ട്യൂഷൻ ഞാൻ കല്യാണം കഴിച്ച് പോലും അത് തുടർന്നത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ എൻ്റെ കെട്ടിയാനും എൻ്റെ വീട്ടുകാരും എനിക്ക് തന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അവർ ഒരുപാട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. പല നിർണായകമായിട്ട് സാക്രിഫൈസ് തന്നെയാണ്, അത് തന്നെയാണ് വേർഡ്. അപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കുന്നത് പറയുന്നത് ഒരു 100-300 പിള്ളേരെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പിള്ളേരുണ്ട്. ആ പിള്ളേർ മുഴുവൻ വന്നിട്ടുള്ളത് ഈ ഡിവിഷൻ്റെ അകത്തുനിന്നാണ്. എന്നെ ഇവിടെ കൗൺസിലർ എന്നെ വിളിക്കുന്നതിനേക്കാളേറെ മിസ് എന്നാണ്. മേയർ വന്ന ഇത് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ സ്വാഗതം പറയാൻ വിളിച്ച ചെയർപേഴ്സൺ ഞങ്ങളുടെ പ്രിയപ്പെട്ട മിസ് എന്ന് പറഞ്ഞപ്പോൾ മേയർ ചോദിച്ചു, എന്താ മിസ് എന്ന് വിളിക്കണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരെ മുഴുവൻ പഠിപ്പിച്ച, പിന്നെ ആ പിള്ളേരുടെ മക്കളെയും ഞാൻ പഠിപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ മനസ്സ് വേദനിക്കുന്ന വിഷമങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ നമ്മൾ നാളത്തെ വയോജനങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങളും നാളത്തെ തലമുറയുമാണ്. അവരെ നല്ല ബൂസ്റ്റ് കൊടുത്ത് അവരെ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ചുറ്റുപാടല്ല നാളത്തെ അവരുടെ ചുറ്റുപാട്. നമ്മൾ എന്തിനേയും അതിജീവിച്ചു. ഇന്ന് നമ്മളെല്ലാവരും പേടിയോടെ കാണുന്നത് നമ്മുടെ തലമുറയെയാണ്. അവരെവിടെ എത്തി എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ തലമുറക്ക് ധൈര്യം കൊടുത്ത് തന്നെ പൈസയും മറ്റ് ആഡംബരങ്ങളും സൗകര്യങ്ങളും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ പല പിള്ളേരും നമ്മളോട് പറയാറുണ്ട്, ബോഡി ഷെയ്മിങ് അവരെ പലവരും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അവരുടെ വസ്ത്രവിധാന ധരിക്കുന്ന അത് പറയുമ്പോൾ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് അതൊരു ഭാഗം ക്ലിയർ, അവരെ പണ്ട് കാണാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ എന്നിട്ട് ആ അമ്മമാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ട് നമ്മുടെ ചെമ്മീൻ സിനിമയൊക്കെ ഇറങ്ങിയ കാലത്തും ചെറിയ ബ്ലൗസും ചെറിയ മുണ്ടും ഉടുത്തിരുന്ന ആ കാലഘട്ടം ഉണ്ടായപ്പോൾ ഒന്നും ആർക്കും ബോഡി ഷേമിങ് ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒരേപോലെ ഉടുത്തിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ വ്യത്യസ്തമായി ഞാൻ വളരെ ആഡംബരത്തോടെ ഉടുക്കുമ്പോൾ കൈയില്ലാത്ത സ്ലീവ്ലെസ് ഉടുത്തിട്ടുള്ള ചെറിയ ഉടുപ്പ് ഉടുക്കുന്ന പിള്ളേരെ നമ്മൾ അങ്ങനെ കാണണ്ട. ഉടുപ്പിന്റെ അകത്തല്ലല്ലോ ഇരിക്കുന്നത്, മനസ്സിന്റെ അകത്തും അവര് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ അവർക്ക് നെഗറ്റീവ് കൊടുക്കണ്ട. അവരുടെ പോക്കുകളിൽ നമ്മളൊരു കണ്ണു വെക്കുക. പിന്നെ സ്മിത, നമ്മളൊന്നും ചിന്തിക്കുന്ന കാലത്തല്ല ഇപ്പൊ ജനിച്ചു വീഴുന്ന കൊച്ചുങ്ങൾ പോലും അവര് 4 ഇരട്ടി കഴിവുകളുമായിട്ടാണ് വരുന്നത്. നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തു, പക്ഷെ അവരെല്ലാം ഉണ്ടായി തന്നെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരുമായിട്ട് വീണ്ടും അത്രയും തന്നെ മിംഗ്ലിംഗ് ഇപ്പോഴും ആ ഒരു ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 100-300 കുട്ടികളെ പഠിപ്പിച്ചും ഇതും ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവർ പോലും പറയാതെ തന്നെ ഞാൻ അതിനോട് മനസ്സിലാക്കും. അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ തരും. അത് ആരും അറിയണ്ട, അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. അങ്ങനെയാണോ? അത് തന്നെയാണ്. കാരണം ഈ എല്ലാവരോടും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. നമ്മളെ വിശ്വസിച്ച ഒരു കാര്യം നമ്മളോട് വന്ന് പറയുന്നത്, നമ്മളെ അങ്ങേറ്റം പ്രേമം അടക്കം അവർ ചതിക്കപ്പെട്ട അവസ്ഥ പോലെ നമ്മളോട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല മക്കളെ. നിങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു പെൺകുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ അതിജീവിച്ച് അവൾ ജീവിക്കും. അതെ. അപ്പോൾ ഉറപ്പായിട്ടും നിനക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. പിന്നെ ഈ തെറ്റുപറ്റാത്തവരാരും ഭൂമിയിലില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇനി നമുക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ അത് ഉദ്ദേശിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. കരുതലോടുകൂടെ ചിന്തിക്കുന്ന ആൾക്കാർ, കാരണം പൊതുപ്രവർത്തനം നിൽക്കുമ്പോ ഞാൻ എന്ത് ചെറുത് ചെയ്താലും അത് പബ്ലിസിറ്റി ചെയ്യണം. എന്നോട് പലരും എൻ്റെ ഡിവിഷനിൽ നിന്നുള്ള ആളുകളും എൻ്റെ നല്ല കൂട്ടുകാരും ഒക്കെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച ഞാൻ റത്ത് സ്കൂളിലാണ് പഠിച്ചത്.
7 വരെ. അതിനുശേഷം ഞാൻ അവർ ലേഡീസിലാണ് പഠിച്ചത്. അപ്പോൾ 7 വരെ പഠിച്ച മിക്സഡ് സ്കൂളിലായിരുന്നു. അവരൊക്കെ തന്നെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്. അപ്പോൾ ഇവന്മാർ എന്നോട് പറഞ്ഞു, എടി എല്ലാ കൗൺസിലേഴ്സും അവരുടേതായ രീതികളിൽ ഫേസ്ബുക്കൊക്കെ ഇടുന്നത്. സ്മിത, എനിക്ക് ഫേസ്ബുക്ക് ഒന്നുമില്ല, ഞാനല്ല സജീവമല്ല. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ വിശ്വാസം, ഞാനൊരു പ്രദേശത്ത് ചെന്നാൽ എനിക്ക് എല്ലാവരോടും ചിരിക്കാനും വർത്താനം പറയാൻ പറ്റും. അതെനിക്ക് പബ്ലിസിറ്റി കൊടുത്ത് വേണ്ട. കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വഴി ചെല്ലുമ്പോൾ ഓരോ പള്ളിപ്പെരുന്നാളിന് എന്നാലും എന്നിങ്ങനെ തോണ്ടിപ്പോകുന്ന ആളുകളുണ്ട്, എന്നിങ്ങനെ പിടിച്ചു പോകുന്ന ആളുകളുണ്ട്. അതൊരു കരുതലിന്റെ ഭാഗമാണ്. അതൊരു പബ്ലിസിറ്റി വഴി വേണ്ട. കാരണം അത് ആത്മാർത്ഥത കുറയുമ്പോ പ്രഹസനം ഉണ്ടാവും എന്ന് ചിന്തിക്കണം. സമയം പറഞ്ഞല്ലോ, ഇതൊരു UDF കോട്ടയായിരുന്നു, പണാധിപത്യമായിരുന്നു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അത് ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. പണാധിപത്യത്തിൽ ജനാധിപത്യത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്ന സംഭവം ഉണ്ടല്ലോ. സത്യം ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തില് എനിക്ക് ഈ എലക്ഷൻ ഒരു ടെൻഷനേ ആയിരുന്നില്ല. കാരണം എലക്ഷൻ ഞാൻ അങ്ങനെ ഒരു അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയുമാണ്. പിന്നെ ഒരു വിശ്വാസമുള്ളൊരു പ്രസ്ഥാനത്തിലല്ലേ നിൽക്കുന്നത്. കാരണം എനിക്ക് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും ആ പോരായ്മകളെ ചെത്തിമിനുക്കി മിനുസമുള്ളതാക്കി നല്ലൊരു ആയുധമാക്കിയാണ് എൻ്റെ പ്രസ്ഥാനം പുറത്തോട്ട് വിടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ 900 വീടുകളുടെ അടുക്കള വരെ നമുക്ക് ചെല്ലാം. ആ ചെല്ലുക എന്നുള്ളത് അതുതന്നെയാണ് നമ്മളിപ്പോ എല്ലാരും പറയുന്നത്. ഇപ്പൊ ഒരു പെണ്ണിനുള്ള കഴിവാണത്. ഒരു പെണ്ണിന് ഉറപ്പായിട്ടും അവരുടെ അടുക്കള വരെ പോകാൻ പറ്റും. അങ്ങനെ പോയി അവരുടെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്നത് കൊണ്ട് ഡിവിഷനിലുള്ള നല്ല ആളുകൾ എല്ലാവരും തന്നെ, ആരും തന്നെ എനിക്കിവിടെ ഇപ്പോ നമുക്ക് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ രാഷ്ട്രീയമാണെങ്കിലും ഒരാൾ പോലും സലാം തരാതെ പോവില്ല. ഞാൻ സെൽഫ് റെസ്പെക്റ്റ് അല്ല, നമ്മൾ ബഹുമാനം കൊടുത്തിട്ടാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് പേടി എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ചൊരു ചിന്തപ്പാടുണ്ടെങ്കിലാണ് പേടിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്ത് നടക്കും എന്നുള്ളതല്ലാതെ ഇതിന്റെ അകത്ത് എന്തെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഇതിന്റെ അകത്ത് ഈ സംവിധാനം എന്തെന്ന് അറിയില്ല. പക്ഷെ ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ പ്രശ്നങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ റെഡീന ചെയ്യുള്ളൂ, അതിൻ്റെ അകത്തേക്ക് യെസ് പറയുള്ളൂ അല്ലെങ്കിൽ നോ പറയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ തന്നെ റെഡീന ഒരിക്കലും എടുത്ത് ചാടിയൊരു അഭിപ്രായം പറയാറില്ല. അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് ആ പ്രശ്നം എന്താണെന്ന് ഞാൻ പഠിക്കട്ടെ, അത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അത് എവിടെയെങ്കിലും ഒരു പ്രശ്നമായി അല്ല, പ്രശ്നം മാറിയിട്ടുണ്ട് പലപ്പോഴും. ചില ആളുകൾക്ക് അവർ പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ പറയുന്ന പ്രശ്നങ്ങൾ അവരുടെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ അങ്ങനെ ആ ഗൗരവമുള്ള വിഷയങ്ങളെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഉറപ്പായും നമുക്ക് അവിടെ ഒരു ശത്രുവായി. ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മോശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, തന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക് താൻ പറയുന്നതാണ് ശരി, താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവരെടുക്കുള്ളൂ. ഇതിന്റെ അകത്ത് എന്താ സത്യം എന്നുള്ളത് അറിയാൻ പാടില്ല. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ, ഇപ്പൊ സ്മിത നേരത്തെ ചോദിച്ച പോലെ, എനിക്ക് കടന്നു വന്ന സമയത്ത് ഒന്നാതെ കോവിഡിന്റെ ഫ്രസ്ട്രേഷൻ നിൽക്കണു. നമ്മളെല്ലാവരും രോഗാവസ്ഥയെ അതിജീവിച്ച് പുതിയൊരു ലോകത്തേക്ക് വന്നതാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുരം എന്നുള്ളൊരു വിഷയം വന്നു. അപ്പൊ ഇതിനെല്ലാത്തിനും ഭയങ്കര പ്രശ്നമായി നിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് വരുന്നത്. പിന്നെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾക്ക് കിട്ടുന്ന ഫണ്ടുകൾക്ക് അന്ന് കുറവുണ്ടായിരുന്നു. ആ ഫണ്ടുകൾ ഉപയോഗിച്ച് കൃത്യമായി എല്ലാം ചെയ്യാന്ന് വെച്ചാൽ, ഒരു പ്രദേശത്ത് ഒരു പാർക്ക് വന്നാൽ നമ്മുടെ ആൾക്കാർ നമുക്ക് പാർക്ക് വേണ്ടേ അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മൾ പാർക്ക് എവിടെ പണിയും? അപ്പൊ നമ്മൾ അവരോട് പറയും, ആലോചിച്ച് നമുക്ക് ചെയ്യാം. ഈ ആലോചിച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മടിയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. സത്യത്തിൽ നമുക്ക് ഇവിടെ CSML പ്രോജക്ട്സ് ഇല്ലല്ലോ. ഇല്ല, CSML 1 രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ആ പട്ടികയിൽ പെട്ടിട്ടില്ലല്ലോ. ഈ പറഞ്ഞല്ലോ, ഒരുപാട് പേര് സ്നേഹിച്ച് കരുതലോടെ വിമർശിക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു നേരിട്ടിട്ടുള്ളത്? ഏറ്റവും വലിയ വിമർശനം, അങ്ങനെ വിമർശനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൂടെ നിന്നവരാരും നമ്മളെ വിമർശിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ടില്ല. രാഷ്ട്രീയപരമായി വിമർശിച്ച കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ
ആ പ്രസ്ഥാനത്തിന് എതിര് പറയുന്ന ആളുകളോട് നമ്മൾ രാഷ്ട്രീയപരമായി പറയുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് വിഷയങ്ങളല്ലാതെ നമ്മളെ നേരിട്ട് വന്നിട്ട് ഒരു വലിയ ആക്രമണം ചെയ്യുന്നില്ല അങ്ങനെ സ്മിത, അങ്ങനെ സത്യത്തിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാ വർഷവും മോശം കിടക്കുന്ന വഴികളെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നപ്പോൾ വഴികളാണ് പഠിച്ചത്, ബൈലൈനുകളാണ് ആദ്യം വരച്ചു പഠിച്ചത്. ആ ബൈലൈനുകൾക്ക് എല്ലാത്തിനും പേരിട്ട് ഞാൻ അവിടെ താഴെ വെച്ചിട്ടുണ്ട്. ആ പേരിട്ട് വെച്ച് ടിക്ക് ചെയ്ത് കൊടുക്കും. എല്ലാം പൂർത്തീകരിച്ചു. ഇപ്പം വീണ്ടും 3 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോ ഇന്നിപ്പം ഒരു 3-4 ദിവസമായിട്ടൊരു വർക്ക് പെൻഡിങ് കിടക്കണേന്ന് പറഞ്ഞിട്ട് തീരും ഉറപ്പായിട്ടും തീരും. നമുക്കൊരു 20-25 തീയതി വരെ സമയം കിട്ടുമല്ലോ, ഉറപ്പായിട്ടും തീരും. പിന്നെ ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചോദ്യം റെനീനോട് ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞിടാം. ഈ പറഞ്ഞ കുഞ്ഞു ഡിവിഷനാണ്, ഇവിടെ സാധ്യതകളേ ഇല്ല, റെസിഡൻഷ്യൽ ഡിവിഷനാണ്. എന്നാലും എനിക്കൊരു സ്വപ്ന പദ്ധതി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സ്ഥലം ഇല്ലാത്തത് കൊണ്ടിട്ടുള്ള സ്വപ്ന പദ്ധതിയല്ല, അല്ലാതെ എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം, അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ട്. അത് സ്മിത ചോദിക്കുമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. കാരണം നല്ലത് മാത്രമല്ലല്ലോ, നമ്മുടെ ഉള്ളില് ഒരു സന്തോഷം ഉണ്ടാവണം, തൃപ്തി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 അംഗൻവാടിയാണ് ഉള്ളത്. അതിലൊരു അംഗൻവാടി മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. 3 അംഗൻവാടിയും വാടകക്കാണ്. ആ വാടകക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇരുത്താൻ ആരും വീട് തരില്ല. കാരണം നമ്മളാണെങ്കിലും ഇപ്പം നശിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. പിന്നെയാണെങ്കിൽ പരിമിതമായ വാടകയെ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് നമ്മളൊരു പ്രദേശം കണ്ടു. അത് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഒരു പ്രദേശം കണ്ടു. അത് കോർപ്പറേഷൻ പുറമ്പോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനെ സ്കെച്ച് വരച്ചു, എല്ലാം ചെയ്ത് അതിനെ കല്ലിടാൻ വരെ ആയി. അപ്പോഴത്തേക്കും കുറച്ചാളുകൾ അതിനെ അവിടെ പള്ളിപരമായ വണ്ടികൾ വെക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ 3 അംഗൻവാടികളും പ്രവർത്തിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തി. നല്ല വിഷമമുണ്ട്. കാരണം അതിന്റെ പുറകിൽ ഞാൻ ഓടിയത് ചില്ലറ ഓട്ടോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമല്ലാത്തൊരു സ്ഥലം, ആ സ്ഥലം പുറമ്പോക്ക് കോർപ്പറേഷൻ്റെ ആണെന്ന് അത് അങ്ങനെ ആക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യാനും അതിന് ഫണ്ട് കിട്ടാൻ 10 ലക്ഷം രൂപ ഇപ്പോഴും അത് കിടക്കണേയാണ് അവിടെ. ലാപ്സ് ആവാതെ ആ ഫണ്ട് ഇപ്പോഴും അവിടെ കിടക്കണയാണ്. റെഡീനയുടെ കയ്യൊപ്പ് അതിൽ വേണ്ട എന്ന് വിചാരിക്കുന്ന ചില കൈകളാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അതിൽ സംശയമൊന്നുമില്ല. അതിനെ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താണോ ഈ ഡിവിഷനിൽ വിചാരിച്ചത്, അപ്പൊ താഴെ വയോജന വിശ്രമ കേന്ദ്രവും അതിന്റെ സൈഡില് അംഗൻവാടിയുമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പകൽ വീടും ഈ പകൽ വീടിനേക്കാൾ വയോജന വിശ്രമ കേന്ദ്രം തന്നെയാണ് ഉദ്ദേശിച്ചത്. അവർക്ക് വേറെ എങ്ങും പോയി ഇരിക്കാൻ സ്ഥലമില്ല. ഈ റോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയി ഇരിക്കുമ്പോൾ തണൽ മരങ്ങളൊന്നുമില്ല. അപ്പൊ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ കുടുംബശ്രീക്ക് വന്നാൽ ഓടി വന്ന് നമ്മുടെ ഓഫീസിൽ താഴെ ഇരിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയോജനങ്ങളുടെ കുഞ്ഞുമക്കളുടെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അത് ആ ഒരു സങ്കടം സത്യത്തിലുണ്ട്. ഞാനത് വളരെ വിഷമത്തോടുകൂടെയാണ് അത്തരം കാര്യങ്ങളിൽ പടിയിറങ്ങുന്നത് തന്നെ പറയാം. കാരണം അത് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്വപ്നം. ഞാനത് എഴുതിയും വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വർഷവും എഴുതും, അടുത്ത പ്രാവശ്യം എന്ത് വേണം, ഞാൻ എല്ലാം ചെയ്തതിൻ്റെ ഓരോ ഡീറ്റെയിലും ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ഹോംവർക്ക് ചെയ്യുകയും അത് ഹോംവർക്ക് ചെയ്ത കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൗൺസിൽ. ഇപ്പോഴും ആ ഫയൽ അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ചേക്കുന്നത്. ആ ഫയല് അടുത്ത കൗൺസിലർ എന്തായാലും വരുമ്പോൾ അത് ചെയ്യണം എന്ന്, അത് ചെയ്താൽ ആ പറയുന്ന കൗൺസിലറോടെങ്കിലും ഞാൻ ജയിക്കും മനസ്സുകൊണ്ട് എന്നാണ്. അതൊരു വലിയൊരു ആശയമാണ് പറഞ്ഞത് കേട്ടോ. കാര്യം ആരും അത് അങ്ങനെ പറയൂല, മറ്റൊരാൾ ചെയ്തതിൽ ഞാൻ ജയിക്കുമെന്ന് പറയുന്നത് അല്ല. ഞാൻ പറയുന്നത് ആര് ചെയ്താലും ഡിവിഷന്റെ ആളുകൾക്കല്ലേ. അതെ അതെ, ഡിവിഷന്റെ ആളുകൾ മാറുന്നില്ല, നമ്മൾ വ്യക്തികൾ നമ്മൾ മാറിപ്പോവും. പക്ഷെ ഡിവിഷന്റെ ആളുകളോട് എല്ലാവരും ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും വീട്ടിൽ വളരെ വിനീതരായിട്ട് ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് കൈകൂപ്പിയിട്ടുള്ളവരാണ്. അപ്പൊ അവരെ മറിച്ച് നമ്മുടെ ഡിവിഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് വന്ന് കൈകൂപ്പിക്കരുതെന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം എന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സില്ല എങ്കിൽ, ഇപ്പൊ സ്മിതയുടെ കയ്യിലൊരു പേനയുണ്ടെങ്കിൽ എനിക്ക് കാണാം അത് പച്ചയാണോ മഞ്ഞയാണോ നീലയാണോ. പക്ഷെ സ്മിതയുടെ അകത്തിരിക്കുന്ന ഒരു വോട്ട്, അവരാ വോട്ടിന്റെ ആ ചെയ്യുന്ന ആ ഇടം വരെ അവര് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അവരുടെ മനസ്സാണ്. അത് അവർ എനിക്ക് തന്നപ്പോ
ഉറപ്പായിട്ടും ഞാൻ ഈ 5 വർഷം നമ്മൾ ഈ കടന്നുപോയ ഈ 5 വർഷം നമ്മൾ അവരുടെ വീട്ടിലൊരാളായി. എൻ്റെ പ്രകടനത്തിൽ നമ്മൾ പറഞ്ഞൊരു മുദ്രാവാക്യം, നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും, എല്ലാം വിളിച്ചാൽ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയും അത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ്, ആ കൊടയുടെ കീഴിലാണ് നിൽക്കണേ. അപ്പം ഞാനൊന്ന് ചുരുങ്ങിയാൽ ആ കൊട ചുരുക്കി വെക്കേണ്ടി വരും. എനിക്ക് ശേഷം പ്രളയമല്ലല്ലോ, ഈ പ്രസ്ഥാനത്തിനെ കൈപിടിച്ച് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് വരാനുണ്ട്. ഈ പ്രസ്ഥാനത്ത് പ്രചോദനമാകേണ്ട ഒരാളായി ഞാൻ നിൽക്കണം എന്നുള്ള ഒരു വലിയൊരു മനസ്സ്, അല്ലെങ്കിൽ അതാണ് ഒരു നേതാവിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ചോദ്യം അപ്രസക്തമാണ്, എന്നാലും ചോദിക്കുകയാണ്, മത്സരരംഗത്ത് ഉണ്ടാവുമോ? ഇല്ല, പാർട്ടി ഞാൻ പറഞ്ഞില്ലേ സ്മിത, ഇവിടെ ഈ ഡിവിഷൻ്റെ അകത്ത് മത്സരിക്കണം, അതായത് ഇലക്ഷൻ വരാൻ പോണു എന്ന് പറയുമ്പോൾ ഞാനും ലോക്കൽ സെക്രട്ടറി അടക്കം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ചെയ്യാന്നുള്ള വർക്കിന് വളരെ ആശയപരമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൈനി മാത്യു എന്ന് പറയുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ് പുള്ളിക്കാരത്തി, ഇവിടെ മത്സരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ മത്സര രംഗത്തേക്ക് അവർ വരുമ്പോൾ അവരെ കിടപിടിക്കാൻ സ്ത്രീകളിൽ അവർ കണ്ടെത്തിയ ആളാണ് ഞാൻ. അപ്പോഴും ഞാൻ മത്സരിക്കണം എന്ന് വിചാരിച്ച് നിന്നതല്ല. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇങ്ങനെ KJ സാജു സഖാവ് പറയണയാണ്, റെഡിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു. എന്നാൽ എൻ്റെ കുടുംബം പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബമായതുകൊണ്ട് തന്നെ എനിക്കൊരു പ്ലസ് ഉള്ളത്, എൻ്റെ കിട്ടിയ ഡിവിഷൻ്റെ അകത്ത് വരില്ല, ഒരു കാര്യത്തിനും വന്നിട്ടില്ല. കാരണം പുള്ളി ഇപ്പോഴും ഇന്നും പറഞ്ഞൊരു കാര്യം, റോഡ് പണിയാണ്, അവിടെ വേസ്റ്റ് കിടക്കേണ്ടത്, ഞാൻ ഇത്തിരി ടെൻഷനിലാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അവിടെ നിന്റെ സഖാക്കൾ ഇഷ്ടംപോലെ ഉണ്ട്, നീ എന്തിനാ ടെൻഷൻ അടിക്കണം, നീ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു വാക്കെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പാർട്ടി എന്താണെന്ന്, അത് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പാർട്ടി എന്താണ് ആലോചിക്കുന്നത്, ആ ആലോചനയുടെ ഭാഗമായിട്ട് നമ്മൾ മുന്നേറും. എനിക്ക് ആ കുടുംബം തന്നിരിക്കുന്ന സപ്പോർട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർട്ടി കുടുംബം ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട്. അത് വന്ന നമുക്കുള്ള അനിയത്തിമാര്, ആ അനിയന്മാര്, പെങ്ങളാണെങ്കിലും അളിയനാണെങ്കിലും എല്ലാവരും നമ്മളുടെ ചിന്തകൾ എന്താണോ, നമ്മൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് പരസ്പരം ബഹുമാനിച്ചും കാര്യങ്ങൾ കേട്ടുമൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളിപ്പോഴും വട്ടത്തിലിരുന്ന് എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരു കുടുംബത്ത് 19 പേരുൾപ്പെടെയുള്ളവർ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഈ ഒരു ക്വാളിറ്റി മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും തെറ്റ് കണ്ടാൽ പ്രതികരിക്കും, ഉറപ്പായിട്ടും പ്രതികരിക്കും. അത് മേയർ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു. മേയർ ഇപ്പം അപ്പച്ചൻ മരിച്ചുപോയി, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, മകള് അമ്മ ട്യൂഷൻ എന്താ എടുക്കണേ, ഏത് സബ്ജക്റ്റാണ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ 2 പിള്ളേരും ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ഡിഗ്രി വരെയും ഒരു സ്ഥലത്തിന് ട്യൂഷന് പോയിട്ടുള്ളതല്ല, എൻ്റെ അമ്മ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മേയർ പറഞ്ഞു, അമ്മയുടെ മക്കള് തന്നെ. അഭിമാനം, ഉറപ്പായിട്ടും നല്ലത് കിട്ടിയല്ലോ. അതെ, അങ്ങനെ കുറെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കുറെ അവാർഡുകൾ, അതായത് ഈ പറയുന്ന മൊമെന്റോസോ ആദരണമോ അതെല്ലാവരും തരുന്നതാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ആദരവെന്ന് പറഞ്ഞു. അതായത് പരസ്യമായിട്ടുള്ള ആദരവൊന്നുമല്ല, പക്ഷെ അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുടുംബശ്രീയുടെ കൂട്ടുകാർ എൻ്റെ മുഖമൊന്ന് മാറിയാൽ അതെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ എൻ്റെ ഇടവും വലവും ഇരുന്ന് അത് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആശാവർക്കറാവട്ടെ, കുടുംബശ്രീയുടെ ആളുകളാവട്ടെ, വട്ടത്തിലിരുന്ന് കാര്യങ്ങൾ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഒരു കൂട്ടുകാരി വീതം എനിക്ക് കിട്ടും. ഡിവിഷൻ്റെ അകത്തുനിന്ന് നമ്മളുടെ ഇടപെടൽ കാരണം ഒരു ഫാമിലിനെ വീതം കിട്ടും. ഇന്നലെയും ഒരു ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു, റെഡീനെ പരിചയപ്പെടാൻ താമസിച്ചു പോയി. പുള്ളി കോട്ടയംകാരനാണ്. അന്നേരം പുള്ളി പറഞ്ഞതാ, പരിചയപ്പെടാൻ താമസിച്ചു പോയി. കാരണം പുള്ളിയുടെ സ്ഥലത്തില്ലായിരുന്നു, അവസാനം ഒരു പൈപ്പ് കട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് ചെറിയ ഡിവിഷൻ, അതായത് ചെറിയ ഡിവിഷൻ എന്ന് പറയുന്നേക്കാളും ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഡിവിഷൻ അത്ര ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റഡ് ആയിട്ട് അത്രയും ഹോംവർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതൊന്നും പറഞ്ഞാൽ പോരാ, എൻ്റെ ഒരു വാക്കുകളില്ല പറയുന്നത്. എന്തായാലും ഞാനൊരു ഇതായിട്ട് പറയുന്നതല്ല, ഒരു ഹാർഡ് വർക്കിംഗ് കൗൺസിലർ പടിയിറങ്ങുന്നു. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും
ഇനി അങ്ങോട്ടുള്ള യാത്രക്ക് നേരുന്നു. താങ്ക് യു.